നമ്മുടെ ബസ്സിലെ ഇഷ്യൂ, ഷിംജിതയുടെയും ദീപകിന്റെയും ഇഷ്യൂവിന്റെ കേസിൽ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് അതിന്റെ താഴെ മാത്രമല്ല കേട്ടോ, കുറെ വീഡിയോസിന്റെ താഴെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സ്ത്രീകളൊക്കെ മനഃപൂർവ്വം റിയാക്ട് ചെയ്യാണ്, റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. സ്ത്രീകൾ പ്രതികരിക്കുന്നത് ഒക്കെ തന്നെ അവരുടെ റീച്ചിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ ജനറലൈസ് ചെയ്തുകൊണ്ട് കുറെ ആൾക്കാരുടെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പെർട്ടിക്കുലർ ഇഷ്യൂ ആണ്. ദീപക് ശരിക്കും ന്യായം അല്ലെങ്കിൽ നീതി അർഹിക്കുന്നുണ്ട്. ഷിംജിത കുറ്റക്കാരി തന്നെയാണ്, ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്, അതൊക്കെ എഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മളിപ്പോ ബസ്സിൽ നിന്ന് അല്ലെങ്കിൽ ട്രെയിനിൽ നിന്ന് പീഡിപ്പിക്കപ്പെട്ടതും അതുപോലെ സ്ത്രീകൾ അനുഭവിക്കുന്നതും സ്ത്രീകൾക്ക് ഇപ്പൊ കിട്ടുന്ന ആനുകൂല്യത്തിനൊക്കെ എഗെയിൻസ്റ്റ് വല്ലാണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കിട്ടുന്ന ആനുകൂല്യം എന്ന് പറയുന്നത് ഒരുപാട് സ്ത്രീകളിൽ നിരന്തരം അവരനുഭവിച്ച യാതനകളുടെയും അല്ലെങ്കിൽ അവരനുഭവിച്ചിട്ടുള്ള പീഡനങ്ങളുടെയും ഫലമായിട്ട് സ്ത്രീകൾക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ റിയാക്ട് ചെയ്യുന്നതും പ്രതികരിക്കുന്നതും ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. പക്ഷെ അത് ജനറലൈസ് ചെയ്ത്, അതായത് ഒരു അവസരം കിട്ടുന്ന സമയത്ത് സ്ത്രീകളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല കേട്ടോ. ജനറലൈസ് ചെയ്യുന്നതിന് മുമ്പ് ഒറ്റ കാര്യമുള്ളൂ, ഒരാളുടെ മേലെ കുറ്റം ആരോപിച്ച് അത് അയാളിനെ പൊതുവിചാരണയ്ക്ക് വെക്കുന്നതിന് മുന്നേ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ടുള്ള എവിഡൻസ് സീക്ക് ചെയ്യുക, അത് പ്രൂവ് ചെയ്യുക, അതിനുശേഷം അയാളെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. അല്ലാതെ എല്ലാ പെണ്ണുങ്ങളും എക്സ്പോസ് ചെയ്യുന്ന റിയാക്ട് ചെയ്യുന്ന എല്ലാ പെണ്ണുങ്ങളും മോശക്കാരികളാണ്, എല്ലാവരും പുരുഷന്മാരുടെ നെഞ്ചത്തോട്ട് കുതിര കയറണം, അങ്ങനെയൊന്നുമില്ല. പുരുഷന്മാരും സ്ത്രീകളും തെറ്റ് ചെയ്യുന്നവരുണ്ടാവും, പുരുഷന്മാരും സ്ത്രീകളും നീതി അർഹിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ ഇതിൽ വേർതിരിച്ച് കാണാനുള്ള ഒരു പൊതുബോധം നമുക്കുണ്ടാവുക എന്നുള്ളതാണ് അവിടെ കാര്യം.